CPM-ന്റെ യുവജന സംഘടനയായ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. The soul of royal art, Kairali Jewelers. ശരിക്കും ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞാൽ മതി. പണ്ട് മാർക്കണ്ഡേയ കട്ജുവിനോട് DYFI എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഫുൾ ഫോം പറഞ്ഞു കൊടുത്തിട്ടും അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. നമ്മുടെ മുഹമ്മദ് റിയാസ് ആയിരുന്നു അന്ന് എന്തോ ഒരു പ്രോജക്റ്റ് സമർപ്പിക്കാൻ ജസ്റ്റിസ് കട്ജുവിനെ കണ്ടത്. അത് വലിയ തോതിൽ വൈറലായൊരു വാർത്തയാണ്, വർഷങ്ങൾക്ക് മുൻപാണ്. എന്നാൽ പോലും DYFI എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് കൊല്ലത്ത് നിന്നുള്ള നേതാവ് ചിന്താ ജെറോം എത്തുന്നു. യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്നു. അങ്ങനെ നിരവധി പദവികളൊക്കെ ചിന്താ ജെറോമിന് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു തീപ്പൊരി നേതാവ് തന്നെയാണ്. SFIയിലൂടെ കടന്നു വന്നു, CPM-ന്റെ വിവിധ മേഖലകളിലൂടെ കടന്നു വന്ന് വലിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെയുള്ള പാർട്ടി ഉത്തരവാദിത്തങ്ങളും ഒക്കെയുള്ള ഒരുപാട് പദവികൾ ഒക്കെ വഹിച്ചിട്ടുണ്ട് ചിന്താ ജെറോം. DYFIക്ക് തീർച്ചയായിട്ടും ഒരു നല്ല നേതാവ് തന്നെയാണ് ചിന്താ ജെറോം എന്നതിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ ഇതിനകത്ത് തഴയപ്പെട്ട ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. പഴയ തിരുവനന്തപുരം മേയർ, കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെ തഴഞ്ഞു. അത് മനഃപൂർവ്വം ഈ പ്രായപരിധിയൊക്കെ വെച്ചുകൊണ്ട് ചില കളി കളിച്ചതാണ് എന്നൊക്കെ കേൾക്കുന്നു. MV ഗോവിന്ദനെതിരെയുള്ള ചില പരാതികളൊക്കെ തന്നെ ഉയരുന്നുണ്ട് DYFIയിലും SFIയിലും ഒക്കെ എന്നാണ് കേൾക്കുന്നത്. നേതൃമാറ്റം CPM-ലും വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ആവശ്യപ്പെടുന്നവരുണ്ട്. എന്തായാലും DYFIയിൽ ഒരു നേതൃമാറ്റത്തിന് സാധ്യത തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതുപോലെ കല്യാശ്ശേരി MLA M വിജിൻ, അദ്ദേഹവും നേതൃനിരയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം അർഹനായ ഒരു വ്യക്തി തന്നെയാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടിയിലെ യുവ വനിതാ നേതാവുമായ ചിന്താ ജെറോം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി വരും. കല്യാശ്ശേരി MLA-യും SFI മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന M വിജിൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തും. കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാവാണ് ചിന്താ ജെറോം. വിദ്യാർത്ഥി കാലം മുതലേ സജീവമാണ്. SFIയിലടക്കം സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് പ്രിയപ്പെട്ട ആളെന്ന പരിഗണന ചിന്തയ്ക്ക് തുണയായി. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനായി ചിലർ വാദിച്ചു എങ്കിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ചിന്ത മതി, അല്ലെങ്കിൽ ചിന്താ ജെറോം മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിച്ചേർന്നത്. കല്യാശ്ശേരിയിൽ നിന്ന് രണ്ടാം തവണയും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് M വിജിൻ. അതുപോലെ 38 വയസ്സെന്ന പുതിയ പ്രായ നിബന്ധനയും വിജിനെ സഹായിച്ചു. പ്രായപരിധി നിർബന്ധമാക്കിയ MV ഗോവിന്ദന്റെ നടപടി ഏകപക്ഷീയമായ ഒരു കാര്യമാണ് എന്ന് വ്യാപകമായി വിമർശനം ഉയർന്നു വരുന്നു. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. 3 വർഷം കൂടുമ്പോഴാണ് നേതൃമാറ്റം ഉണ്ടാകാറെങ്കിലും DYFI സമ്മേളനങ്ങൾ നടന്നിട്ട് 4 വർഷം പിന്നിട്ടു. 2022 പത്തനംതിട്ടയിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് നിലവിലെ ഭാരവാഹികളായി VK സനോജും V വസീഫും ചുമതലയേറ്റത്. തീർച്ചയായിട്ടും DYFIയെ നയിക്കാൻ ചിന്താ ജെറോം പ്രാപ്തയാണ്. പുതിയ ചിന്താഗതികളിലേക്ക്, ചിന്താധാരകളിലേക്ക് DYFIയെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ചിന്താ ജെറോമിന് കഴിയും. ഇനിയിപ്പോൾ CPM-ന്റെ DYFIയുടെ SFIയുടെയൊക്കെ സമരങ്ങളുടെ കാലമാണ്. കാരണം UDF സർക്കാരാണ് ഭരിക്കുന്നത്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ തെരുവിലിറങ്ങാനും അതുപോലെ തന്നെ വലിയ സമരാവേശമായി ഇവിടെ പൊതു മുതൽ നശിപ്പിക്കാനുമൊക്കെ DYFIക്കാർ തയ്യാറായി വരുന്നു എന്നൊക്കെ നേരത്തെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ സമരാവേശമായി സമരമുഖത്തേക്ക് ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും കടന്നു വരുമ്പോൾ അത് തീർച്ചയായിട്ടും ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയുടെ പോലീസിന് അത് വലിയ തലവേദനയാകും എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പുതിയ നേതൃത്വം വരുന്നു. ഇത് എല്ലായിടത്തും നേതൃമാറ്റം ആവശ്യമാണ്. ഇത് കൃത്യമായി ഓരോ സംഘടനകളിൽ വരുന്ന മാറ്റം ഒരു കാലഘട്ടം കഴിയുമ്പോൾ മാറുന്ന രീതി, 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ തന്നെ പല പാർട്ടികൾക്കും ഒരു കാലാവധിയുണ്ട്, ഈ സംസ്ഥാന അധ്യക്ഷനായിട്ടും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുമൊക്കെ. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ട് MV ഗോവിന്ദൻ എത്ര കാലമായി? ഇതുവരെ മാറ്റമൊന്നും വന്നില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയിട്ടും സെക്രട്ടറി മാറ്റിയില്ല. കാരണം ചില ആളുകൾക്ക് വേണ്ടി ചരട് വലിക്കുന്ന, അല്ലെങ്കിൽ ചില ആളുകൾക്ക് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സെക്രട്ടറിയെ വേണം. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ള വ്യാപകമായ ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അപ്പം ചിന്താ ജെറോമും അതുപോലെ തന്നെ M വിജിനും ചേർന്ന് ഇനി DYFIയെ നയിക്കും. സമരമുഖങ്ങളിലെ വേറിട്ടൊരു മുഖമായി ചിന്താ ജെറോമിനും M വിജിനും മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ഭാരവാഹിത്വം ഏറ്റെടുത്ത ശേഷം പാർട്ടിയുടെ യുവജന സംഘടനയെ വളർത്താനും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സംഘടനയിൽ വഴി തുറക്കാനുമൊക്കെ ഇരുവർക്കും കഴിയട്ടെ എന്നുകൂടി നമ്മൾ പറയുന്നു.